ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഞങ്ങൾ ട്രിപ്പ് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേ ചെയ്ത നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനും ഇനൂസും എണീറ്റിട്ട് നല്ല അടിപൊളി സൗണ്ട് കിഴിയുടെ ശബ്ദങ്ങളും ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു യൂക്കാലിപ്സ് തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് വരുന്നത്. മൂന്നാറിലെ യൂക്കാലിപ്സ് റിസോർട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഞാനും ഇനൂസും കൂടി ഇവിടെ നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജും പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വൈബ് കാണാൻ വേണ്ടി നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 മണിയാകുമ്പോൾ അവിടെ എണീറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൂളൊക്കെ വൃത്തിയാക്കിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 6:45 ആയപ്പോൾ എണീറ്റിട്ട് പോകട്ടോ. ഇനൂസും ഞാനും മാത്രം എണീറ്റ് പോവാണ്. അപ്പുറത്തെ റൂമിൽ ഭാവിയും മക്കളൊക്കെ ഉണ്ട്. അവർ എണീറ്റിട്ടുണ്ട്, പക്ഷേ അവർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ഹൈറ്റിൽ കയറണം. രാവിലെ ചെറിയ നല്ല തണുപ്പും ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി പോകുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് യൂക്കാലിപ്സ് റിസോർട്ട് മൂന്നാറിൽ വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പൂൾ ഇതാണ് വരുന്നത്. പൂളിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ വരുന്നത്. ഒരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജും വരുന്നുണ്ട്. പിന്നെ അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു റൂമിലേക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് ഏലത്തോട്ടത്തിന് നടുവിലൂടെയാണ്. പിന്നെ വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അധികം വലുതൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷായി. പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുറച്ച് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എടുത്ത് പറയണം, ഫുഡ് റിവ്യൂ ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചന മസാല വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭൂരി വരുന്നുണ്ട് കേട്ടോ. ചന മസാലേൻ്റെ കറീൻ്റെ ടേസ്റ്റ്, പിന്നെ നല്ല സാമ്പാറും ചട്നിയും ഉണ്ട് കേട്ടോ. ചന മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റ് കേട്ടോ. പിന്നെ ബ്രെഡ് ടോസ്റ്റും ജാമൊക്കെ വരുന്നുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ടേസ്റ്റ്, പക്ഷേ ബ്രെഡും ജാമും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഗരം മസാല, പിന്നെ 2-3 പൂരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ടീ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചായ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീ ഉണ്ട്, നോർമൽ ടീ ഉണ്ട്. ഞാൻ ബ്ലാക്ക് ടീയുടെ കുടിക്കുള്ള വെച്ച് പൂരിയൊക്കെ ഇങ്ങനെ അപ്പൊക്കെ കൊടുന്ന് ഇങ്ങനെ ചൂടോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കട്ട് ഫ്രൂട്ട്സും ചട്നിയും ചമ്മന്തിയും ഒക്കെ എടുത്തിട്ട് ഞാനും ഇനൂസും അവരൊക്കെ നേരത്തെ കഴിച്ചു പോയി. പിന്നെ ഞങ്ങൾ വന്നിട്ട് 10 മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിക്കലതിന് ശേഷം പിന്നെ എന്താ നമ്മൾ റെഡി ആയിട്ട് ഞാൻ പിന്നെ നേരത്തെ ഡെനിമിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് മൂന്നാറിലെ സ്റ്റേയിൽ നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്ത് പോവുകയാണ്, കൊച്ചി പോവാം. അപ്പോൾ പിന്നെ ചൂട് കൂടും എന്നുള്ളത് മനസ്സിലായിട്ട് വേഗം ടീഷർട്ടും പാൻസും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഈ റിസോർട്ടിൽ നിന്ന് തിരിക്കുകയാണ്. റിസോർട്ടിൽ നമ്മൾ 10 മണിക്ക് ചെക്കൗട്ട്, നമ്മളൊരു 9:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ട് ടീഷർട്ടൊക്കെ എവിടുന്നാണ്. ടീഷർട്ട് മീഷോ എന്നാണ് കേട്ടോ. അതിൻ്റെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. പിന്നെ ഇതാണ് റിസോർട്ടിൽ നമ്മളപ്പോൾ വെയിലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു വ്യൂ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് പോകാൻ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി ഉണ്ട്, എലിക്കാക്ക മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്.
ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നല്ല ആംബിയൻസും നല്ല ഫുഡും നല്ല സർവീസും ആണ് കേട്ടോ. എടുത്ത് പറയാണ്ട് എല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുത്തെ ഫൺ ബ്രിഡ്ജ് ഇതാണ് കേട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ്. കുറച്ചുള്ളൂ, പക്ഷേ വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക് ചെറിയ പേടി കേട്ടോ. എനിക്ക് വലിയ ധൈര്യം കാണിക്കണം ഒരു മുന്നിൽ. എനിക്ക് വലിയ പേടി തോന്നിയില്ല, കാരണം താഴത്തെ ഏലത്തോട്ടാണ്. പിന്നെ അങ്ങനെ വീണാലും പൊട്ടിയാലും താഴെ അധികം ഇതില്ല, സ്ലോപ്പില്ല കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസും ഫാമിലി ഫോട്ടോ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളവിടുന്ന് റിസോർട്ടൊന്ന് ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ മൂന്നാറിൽ. എന്താണ്, ഒരുപാട് തണുപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലേക്ക് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ലൊരു കിളികളുടെ ശബ്ദം, നല്ലൊരു റിസോർട്ട്, നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ റൂമിൽ നിന്ന് മേലെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകാനുള്ളതായിട്ട് ചെക്കൗട്ടിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യുക്കാലിപ്സ് റിസോർട്ട് കേട്ടോ മൂന്നാറിലെ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റിസോർട്ടിലെ സ്റ്റേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ മേലെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറച്ച് നല്ല ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ശ്വസിക്കാൻ നല്ല വായു തന്നെ മാതിരി നല്ല യുക്കാലിപ്സിൻ്റെ ആ ഒരു കേട്ടോ സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം പാക്കപ്പാക്കി എല്ലാം വണ്ടിയിൽ സെറ്റാക്കി നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് ഇവിടേക്കാണ് കേട്ടോ, എറണാകുളത്തേക്കാണ് പോണ വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോണ പോലെയാണ് കേട്ടോ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ നല്ല ഈ എയർ ബലൂൺ ഉണ്ടല്ലോ, നമ്മൾ പാരാച്യൂട്ട് പോലത്തെ അങ്ങനെ തീ കത്തിച്ച് പോകുന്നത്, അങ്ങനത്തെ ബലൂൺ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും കുറച്ച് പേടിയാണ്. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ കയറാനും. ഇവരെല്ലാവരും ഉള്ള കാരണം. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ വെയിറ്റുള്ളതുകൊണ്ട് നമ്മളെ കയറ്റില്ലേ നമുക്കറിയില്ല. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ സിപ്പ് ലൈൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗത്ത് സിപ്പ് ലൈൻ ഒരുപാട് ഉയരത്തിലായി പോയോ എന്നൊരു സംശയം. പേടിയൊണ്ടെന്നല്ല, നല്ല ഉയരം കൂടിയോ എന്നൊരു സംശയം. താഴേക്ക് നോക്കിയാൽ ഭയങ്കര കൊക്ക. പിന്നെ അതിലും എക്സ്പ്ലോർ ചെയ്യാതെ അപ്പോൾ നേരെ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകും. ഇതാട്ടോ ഞാൻ പറഞ്ഞ നേരെ ഫ്രണ്ടിൽ കാണുന്ന പാരാച്യൂട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല, ഫയർ ബലൂൺ അങ്ങനെ എന്തോട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ കയറി നിൽക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അധികം ഉയരങ്ങളിലൊന്നും പോകുന്നില്ല, കുറച്ച് ഉയരത്തിലും മാത്രമായിട്ട്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ഇങ്ങനെ താഴേക്ക് എത്തി നമ്മൾ ആലുവയിലെത്തിയിട്ട്, ആലുവയിൽ നമ്മൾ പച്ചമുളകിലാട്ടോ കയറിയത്. നമ്മൾ അൽസാജിലാണ് കയറാറില്ല ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം പച്ചമുളക് ട്രൈ ഔട്ട് ചെയ്യാൻ വെച്ചു. അങ്ങനെ നമ്മൾ പച്ചമുളക് റെസ്റ്റോറൻറ്റിലെത്തിയിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൽസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തിയ സമയം 2:30-3 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഫുഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോർമൽ മീൽസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ഫിഷ് ഫ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും മീൽസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഓർഡർ ചെയ്തിരുന്നത് ഒരു ഫിഷിൻ്റെ ഒരു ഗ്രേവി വരുന്ന ടൈപ്പും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റൊക്കെ ആണ് കേട്ടോ. ഈ നമ്മളെ മീൽസൊക്കെ ശരിക്കും നമ്മളെ വീട്ടിൽ കഴിക്കണം അതേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫിഷ് പ്ലാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് എല്ലാവർക്കും താല്പര്യമില്ലാത്ത നമ്മൾ ഫിഷ് പ്ലാറ്റർ ഒന്ന് ഓർഡർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ കേട്ടോ, നോർമലായിട്ട് കുഴപ്പമില്ലാത്തൊരു ഫുഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ താഴെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ താഴെ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനും പിന്നെ ഏറുമാടൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാക്കാനും ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കാലത്ത് കഴിഞ്ഞ ശേഷം നേരെ കൊച്ചി വന്ന് ആലുവയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മെട്രോ കയറിയിട്ട് ലുലു പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. കാരണം ഭയങ്കര ബ്ലോക്കും തിരക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ കാറിൽ പോയിട്ടുണ്ടെങ്കിൽ തിരക്ക് കൂടും. അപ്പോൾ പിന്നെ നമ്മൾ ടൈം
കുറച്ച് പേര് മെട്രോ കയറിയിട്ടില്ല. അപ്പോൾ മെട്രോ കയറിയിട്ട് കൊച്ചി പോയിട്ട് എടപ്പള്ളി പോയി ലുലുവിലൊക്കെ ഒന്ന്